നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. നാടകീയമായ രംഗങ്ങൾക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ അതിസാഹസികമായി കേരള പോലീസ് പിടികൂടിയത് തന്നെയാണ് രാവിലെ മുതൽ ഈ നിമിഷം വരെയും മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോക്കൽ പോലീസിന് പോലും യാതൊരുവിധ എത്തും പിടിയും നൽകാതെ വളരെ രഹസ്യമായി പാതിരാത്രി മുഴുവൻ കാത്തുനിന്ന് 2 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിൽ പുലർച്ചെ 4 മണി മുതൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാം ഹൗസിലെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തിയതിന് പിന്നാലെ നൽകുന്ന സന്ദേശം അത് വളരെ വലുത് തന്നെയാണ്. വയനാട്ടിലെ ഫാം ഹൗസിന് മുന്നിൽ വെച്ച് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സിനിമാ സ്റ്റൈലിൽ പിടികൂടിയത്. ഉറപ്പായും ജാമ്യം ലഭിക്കില്ല എന്ന് ഉറപ്പാകുന്നതിന് പിന്നാലെ ഒളിവിൽ പോകാനുള്ള തന്ത്രങ്ങൾ തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ മെനഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു സാധ്യത കൊടുക്കാതിരിക്കാൻ, ഇതിനു മുൻപുണ്ടായ സംഭവങ്ങളിലെ പോലീസിനെതിരായിട്ടുള്ള ചീത്തപ്പേര് അത് അവസാനിപ്പിക്കാൻ വേണ്ടി പുലർച്ചെ 4 മണി മുതൽ പോലീസ് സംഘം ഇവിടെ കാവൽ നിൽക്കുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ഇങ്ങനെ ഒരു മിന്നൽ നീക്കം നടത്തുന്നത്. ഫാം ഹൗസിന് പുറത്തേക്ക് പോകാനായി ബോബി ചെമ്മണ്ണൂർ കാറുമെടുത്ത് പുറത്തിറങ്ങുമ്പോഴായിരുന്നു പോലീസ് വാഹനം വളഞ്ഞിട്ട് പിടികൂടിയത്. എന്നാൽ പോലീസിനോട് തൻ്റെ സ്വന്തം വാഹനത്തിൽ വരാമെന്ന് ഒരു അഭ്യർത്ഥന നടത്തിയെങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട്, അത് സമ്മതിക്കാതെയാണ് കൊച്ചി പോലീസ് അവരുടെ വാഹനത്തിൽ തന്നെ പ്രതിയെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഒളിവിൽ പോകുന്നതിന് മുൻകൂർ ജാമ്യത്തിനുമുള്ള നീക്കവുമാണ് ഏറ്റവും ഒടുവിൽ പോലീസ് തകർത്തെറിഞ്ഞത്. കോയമ്പത്തൂരിൽ ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ പുതിയൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന്റെ സമയം കൂടിയായിരുന്നു. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വയനാട്ടിൽ നിന്നും യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. അപ്രതീക്ഷിതമായിരുന്നു, ഒട്ടും തന്നെ അറിഞ്ഞിരുന്നില്ല. ജ്വല്ലറിയുടെ ഉദ്ഘാടനം അവസാനം ബോബി ചെമ്മണ്ണൂരില്ലാതെ നടി ഹൻസിക ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലും ഉദ്ഘാടന ചടങ്ങുകൾ കോയമ്പത്തൂരിൽ തകൃതിയായി തന്നെ നടന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ലൈംഗികമായി അധിക്ഷേപിച്ച് സംസാരിച്ചു എന്ന നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് ഇങ്ങനെ കസ്റ്റഡിയിലെടുത്തത്. എയർ ക്യാമ്പിലെത്തിച്ച് ശേഷം അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി പരാതിക്കൊപ്പം തന്നെ തെളിവുകളും ഹണി റോസ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഹണി റോസിന്റെ പരാതിയിൽ മതിയായ തെളിവുകൾ ഉണ്ടെന്ന് എറണാകുളം DCP അശ്വതി ജിജി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതായിരുന്നാലും ഈ അറസ്റ്റിന് ശേഷം മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രമുഖരും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പും ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അങ്ങേയറ്റം തനിക്കുള്ള വിശ്വാസവും സാധാരണ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നുള്ള ഒരു ഏറ്റവും നല്ല ഉദാഹരണവുമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഇതൊരു നേട്ടം തന്നെയാണെന്നാണ് എറണാകുളം DCP അശ്വതി ജിജി പറയുന്നത്. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഹണി റോസിന്റെ പരാതി കിട്ടിയതിന് തൊട്ടു പിന്നാലെ തന്നെ ബോബിയുടെ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളെന്ന് പറയുന്നത് ആർക്കെതിരെയും എന്തും പറയാം, എന്തും ചെയ്യാമെന്നുള്ള ഒരു ഉപകരണമായി കാണുന്നവർക്കുള്ള കൃത്യമായ പാഠം, പ്രത്യേകിച്ചും സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കുള്ള ഒരു പാഠം തന്നെയാണിത്. ഇനി ഹണി റോസിനെതിരായിട്ടുള്ള മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്തവരെ തിരിച്ചറിയാനുള്ള അന്വേഷണം കൂടി നടന്നു വരികയാണെന്നും എറണാകുളം DCP പറയുന്നുണ്ട്. ഇനിയും നിരവധി ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതുമായിട്ടുള്ളവർക്കെതിരെ കണ്ണടയ്ക്കുകയല്ല, കരണം പുകയ്ക്കുന്ന മറുപടിയാണ് നൽകേണ്ടതെന്നുള്ള ഉദാഹരണമാണ് ഹണി റോസ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം കേസെടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ ഇനി ഒരു അവസരമില്ല എന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിലെ അഭിഭാഷകരുമായൊക്കെ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നതിനെക്കുറിച്ചും ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ ആലോചിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പതിയെ തലയൂരാനുള്ള ഒരു നീക്കം ഒരു തരത്തിൽ നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു നീക്കം നടക്കുന്നുവെന്ന് മനസ്സിലാക്കി തന്നെയാണ് കൊച്ചി പോലീസ് വളരെ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ തന്നെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മുഖ്യമന്ത്രിയുമായും പോലീസ് മേധാവിയുമായും ഹണി റോസ് ഫോണിൽ സംസാരിച്ചിരുന്നു. എല്ലാവിധ സഹകരണങ്ങളും സഹായവും ചെയ്തു നൽകാമെന്ന ഉറപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. നിയമ നടപടിയിൽ നന്ദിയുണ്ടെന്നും ഹണി റോസ് അങ്ങനെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്നുമുള്ള ഡൻസാഫ് സ്ക്വാഡ് അംഗങ്ങളാണ്, ലഹരിവിരുദ്ധ സ്ക്വാഡിലെ ചില അംഗങ്ങൾ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം സഹായിക്കാനായി എത്തിച്ചേർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോബിയുടെ 1000 ഏക്കേഴ്സ് എന്ന ഈ ഫാം ഹൗസ് വയനാട് ദുരന്തം നടന്ന മേപ്പാടി ചൂരൽമല ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടി എസ്റ്റേറ്റ് ആണിത്. 2 വർഷം മുൻപാണ് ബോബി ചെമ്മണ്ണൂർ ഇത് വാങ്ങിയത്. ടി എസ്റ്റേറ്റിനോടൊപ്പം തന്നെ ടൂറിസം പ്രവർത്തനങ്ങളും മറ്റ് നീക്കങ്ങളും ഈ ന്യൂ ഇയറിനൊക്കെ തന്നെ അവിടെ വലിയൊരു DJ പരിപാടിയൊക്കെ തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീട് മറ്റ് ഇടപെടൽ മൂലം അത് മാറ്റി തൃശ്ശൂരിലേക്ക്
നടത്തേണ്ടി വന്നിരുന്നു. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡിൽ വെച്ച് തന്നെയാണ് പോലീസ് സംഘം ബോബിയെ പിടികൂടിയത്. അതേസമയം ഇതിൽ പിന്തുണയുമായി നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് നടി മാല പാർവതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹണി റോസിനെ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന പരിഗണന പോലും കൊടുക്കാതെയാണ് ബോബി ചെമ്മണ്ണൂർ അവഹേളിച്ചതും പെരുമാറിയതും. വേദിയിൽ കയറ്റി നിർത്തി അപമാനിച്ചൊരു തമാശ വാസ്തുവാക്കി മാറ്റി സമൂഹ മാധ്യമങ്ങൾക്ക് കുത്തിപ്പറിക്കാനായി ഇട്ടുകൊടുത്തു. എന്തായിരുന്നാലും ഹണി റോസ് ചെയ്തിരിക്കുന്ന ഈ നീക്കം അത് അഭിനന്ദാർഹമാണെന്ന് തന്നെയാണ് മാലാ പാർവതിയും പറയുന്നത്. ഒരു പരിപാടിക്ക് വിളിച്ചുകൊണ്ടുപോയി വേദിയിൽ നിർത്തി അപമാനിച്ച ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും നൽകാതെ ആളുകൾക്ക് ഇട്ടുകൊടുത്തു. കോമഡി വസ്തുവാക്കി മാറ്റി. അവരെ പറയാനുള്ള കാര്യങ്ങളും ഇട്ടുകൊടുത്തു. പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സമൂഹത്തിൻ്റെ ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളാണ് ഇത് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എങ്ങനെയാണ് പൊരുതാൻ കഴിയുക എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് പൊരുതാൻ കഴിയുമെന്നുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഹണി റോസ് കാണിച്ചത്. ഹണി റോസിനെ കൂടി മാത്രമല്ല, ചായക്കടയിലെ ഒരു മനുഷ്യനെ കിട്ടിയാൽ പോലും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പുച്ഛിക്കുന്ന ഒരു വ്യക്തിയാണ് ഹണി റോസ് എന്നാണ് മാലാ പാർവതിയുടെ ആക്ഷേപം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.